നമ്മുടെ ഭാര്യമാരെ കൊണ്ട് വീടുകളിൽ നമ്മൾ ചെയ്യിക്കുന്ന തെറ്റുകൾ എത്രയാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടതായ ഒരു ജീവിതം കൊടുക്കുന്നതിന് പകരം എത്ര ഹറാമുകളാണ് നമ്മളെ ഭാര്യമാരെ കൊണ്ട് നമ്മൾ വീടുകളിൽ ചെയ്യിക്കുന്നത്. നേരം വെളുത്തപ്പോ അതാ വരുന്നു മത്സ്യക്കച്ചവടക്കാരൻ. മത്സ്യക്കച്ചവടക്കാരൻ നമ്മുടെ ഭാര്യയുമായുള്ള ബന്ധം എങ്ങനെയാ? നമ്മളോട് പോലും ഒരു പക്ഷേ അത്ര ബന്ധം ഉണ്ടാവൂല നമ്മളെ ഭാര്യ. ആ വിധത്തിലാണ് നമ്മുടെ ഭാര്യമാരുടെ ബന്ധം മത്സ്യക്കച്ചവടക്കാരോട്. കുറച്ച് കഴിയുമ്പോഴേക്ക് പച്ചക്കറി കച്ചവടക്കാരൻ വന്നു. ആങ്ങളെക്കാളും വലിയ ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഇംഗ്ലീഷ് മീഡിയത്തിലെ വണ്ടി വന്നു. ആ ഡ്രൈവറോട് കൊഞ്ചുന്നതിനും കഴിയുന്നതിനും ഒന്നും നമുക്ക് പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും മാക്സി കച്ചവടക്കാരൻ വന്നു. നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഭാര്യ മാക്സി ഇങ്ങനെ നിർത്തി നെഞ്ചത്ത് വെച്ചിട്ട് ചോദിക്കുന്നു എങ്ങനെയുണ്ട് എന്ന്. ആരോടാ ചോദിക്കുന്നത്? നമ്മോടോടല്ല, മാക്സി കച്ചവടക്കാരനായ ചെറുപ്പക്കാരനോടാ ചോദിക്കുന്നത്. ഒരു നാണോ മാനോ ഇല്ലാതെ നമ്മൾ നോക്കി നിൽക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. എന്ത് സംഭവിച്ചിവിടെ? എന്ത് സംഭവിച്ചിവിടെ? തെറ്റുകൾ തെറ്റാണെന്നതുപോലും നമ്മൾ മറന്നുപോയി. മത്സ്യക്കച്ചവടക്കാരനുമായുള്ള നമ്മുടെ ഭാര്യയുടെ ബന്ധം, അവരുമായി കൊഞ്ചിക്കൊഴിയുന്നതും വർത്തമാനം പറയുന്നതും, അതുപോലെ തന്നെ പച്ചക്കറി കച്ചവടക്കാരനോട്, അതുപോലെ മാക്സി കച്ചവടക്കാരനോട്, പാത്ര കച്ചവടക്കാരനോട്. സുബ്ഹാനല്ലാഹ്. ഇനി ദീനിന്റെ പേരിൽ വരുന്ന കുറെ ആളുകളുണ്ട്, പിരിവുകാര്. സ്ഥിരമായി പിരിവിന് വരുന്നതായ ഒരു റിസീവർ ആണെങ്കിൽ ഇതേ ബന്ധം അയാളോട് നമ്മുടെ ഭാര്യമാര് സ്ഥാപിക്കുന്നു. എങ്ങനെയാ സ്ഥാപിക്കുന്നത്? നല്ല തലയിലൊക്കെ കെട്ടിയിട്ട് നല്ല തൂവള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യനാണ് പിരിവിന് വരുന്നത്. അപ്പോഴേക്കും ഉമ്മ ഇറങ്ങിയൊന്നു. ഉമ്മാന്റെ കയ്യിൽ ചുറ്റി പിടിച്ചൊരു 10 തൊട്ടുണ്ടാവും. നാളെ എൻ്റെ അടുത്തെങ്ങാനും വല്ലതും ഉണ്ടോ കൊടുക്കാം? ഒന്നുമില്ല ഉസ്താദേ എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ടോ സുബ്ഹാന ജല്ല ജലാലു ഉമ്മാന്റെ കയ്യിലുള്ള 10 തൊട്ട് കൊടുത്ത് പിന്നെ അപ്പക്ക് മരുവൾ ഇറങ്ങി വന്നു. കാരണം എന്താ? ഇത് സ്ഥിരം വരുന്ന ആളാ. സ്ഥിരം വരുന്ന ആൾക്കാർ, എപ്പോഴും കാണുന്ന ആൾക്കാരാകുമ്പോ അവിടെ പിന്നെ ഹറാം ഒന്നുമില്ല. ഹറാമിനും ഹലാലിനൊക്കെ നമ്മൾ അടയാളം വെച്ചത് എങ്ങനെയാണ്? എപ്പോഴും കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. എന്നും കാണുന്നു മീൻ കച്ചവടക്കാരനെ, എന്നും കാണുന്നു പച്ചക്കറി കച്ചവടക്കാരനെ, എന്നും കാണുന്നു മാക്സി കച്ചവടക്കാരനെ. അപ്പൊ എപ്പോഴും കാണുന്ന ആളാണോ? എന്നാ നമ്മളെ സ്വന്തക്കാര്. എപ്പോഴേലൊക്കെ കാണുന്ന ആൾക്കാരാ? എന്നാ പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാര്. ആരാണ്? ഏതോ ഒരു ചങ്ങായി. അതെന്താ ഓൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏതോ ഒരു ചങ്ങായി ആകാനുള്ള കാരണം. ഇതാണ് നമ്മുടെ ബന്ധം. ഹറാമുകൾ ഹറാമാണെന്നത് പോലും സാധുക്കളായ ഞാനും നിങ്ങളും മറന്നുപോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി, ഇയ്യാകും വമുഹക്കിറാത്തിദ് ദുനൂബ്, തെറ്റുകൾ നിസാരമായി കാണുന്നതിനെ നിങ്ങൾ പേടിച്ചോ. വതഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങളും ഉടമയായ രാജാതിരാജനായ റബ്ബിന്റെ കോർട്ടിൽ അത് വലിയ വിഷയമുള്ള കാര്യമാണ്. നിങ്ങൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങളും റബ്ബിന്റെ കോർട്ടിൽ വലിയ പ്രയാസമുള്ള വലിയ സംഗതികളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മനുഷ്യ നിന്റെ തെറ്റ് നീ എത്ര നിസാരമായി കാണുന്നോ അതിനനുസരിച്ച് റബ്ബിന്റെ കോടതിയിൽ അതിന് വലിപ്പമുണ്ട്. ഇവിടെ നമ്മൾ തെറ്റുകൾ എത്ര നിസാരമാക്കുന്നു അതിനനുസരിച്ച് റബ്ബിന്റെ കോർട്ടിൽ അത് വലുതാണ്. ഇവിടെ തെറ്റിനെ നമ്മൾ എത്ര പേടിയോടെ കാണുന്നു അതിനനുസരിച്ച് പറച്ച റബ്ബിന്റെ കോടതിയിൽ അത് ചെറുതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അത് തിരിച്ചറിയുകയും റബ്ബിന്റെ മഗ്ഫിറത്തിന്റെ കവാടം, അവന്റെ റഹ്മത്തിന്റെ കവാടം എനിക്കും നിങ്ങൾക്കും കിട്ടാൻ വേണ്ടി അവനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവത്തിലേക്ക് സത്യവിശ്വാസികളായ നമ്മൾ മാറണം. അന്യ പെണ്ണിനെ അന്യ പെണ്ണായി കാണണം, ഹറാമിനെ ഹറാമായി കാണണം, ഹലാലിനെ ഹലാലായി കാണണം. അല്ലാഹ് പൊരുത്തപ്പെടാത്ത പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം.
ഇവിടെ അയൽവക്കം എന്തൊക്കെ പറയുമ്പോൾ ഒരുപാട് രസങ്ങൾ പറയാണ്ട് ചില ആളുകളുടെ ബന്ധം നോക്കിയാൽ സ്വന്തം ഭാര്യയോടൊന്ന് സംസാരിക്കാനും ഒന്ന് തമാശ പറയാനൊന്നും ഇവന് സമയം ഉണ്ടാവൂല. അയൽവക്കത്തെ പാത്തുമാനാണ് കാണുമ്പോ ഇവന് 100 നാവാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നോട്, ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ മുമ്പിൽ ആകെ ബഷളായി പോയി. എന്തെന്ന് ചോദിച്ചു. ഞാൻ ഓളിങ്ങനെ പോണ സമയത്ത് എനിക്ക് പരിചയമുള്ള എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടു. അതിൽ ഞാൻ വണ്ടി ബ്രേക്ക് കുടിച്ച് നിർത്തി. എന്നിട്ട് ഞാൻ ഓളോട് ഒരു രസം പറഞ്ഞു എന്നാണ്. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ ഇഞ്ഞോട് നിങ്ങൾക്ക് തമാശയൊക്കെ പറയാൻ അറിയില്ലേ എന്ന് ഇഞ്ഞോട് ചോദിച്ചു. അപ്പൊ എന്താ, സ്വന്തം പെണ്ണുങ്ങളോട് തമാശയും പറയല്ല, ഒന്നും പറയില്ലേ, ഒന്നും പറയില്ല. നോക്ക് നിങ്ങള്, ഓ സഹോദരന്മാരെ, ഇതിലൊരു മാറ്റം വേണം. എന്നിട്ട് ഭാര്യയുമായിട്ടാവട്ടെ നമ്മുടെ ബന്ധങ്ങളും തമാശകളും രസങ്ങളും ഒക്കെ, എല്ലാ രസങ്ങളും നമ്മുടെ ഭാര്യമാരുമായിട്ടായിരിക്കണം. അന്യ പെണ്ണിനെ അന്യ പെണ്ണായി കാണാനുള്ള മനസ്സ് കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റുകൾ തെറ്റായി കാണാനുള്ള മനസ്സ്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത കാഴ്ചയിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അല്ലാഹ് പൊരുത്തപ്പെടാത്തതായ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിലാക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. വദേ ഉത്ലുബ മതാബം ബിന്നദാമതി മുഖ്ലിയാ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. ഇനി ചെയ്യൂല എന്നങ്ങ് ഉറപ്പിച്ചിട്ട്, ഇനി മേലാൽ എന്റെ ഭാഗത്ത് തെറ്റു വരൂല എന്നങ്ങ് ഉറപ്പിച്ചിട്ട് റബ്ബിലേക്ക് മനസ്സറിഞ്ഞങ്ങ് കണ്ണുയർത്തിയാൽ, കൈയുയർത്തിയാൽ, കൽബങ്ങ് തിരിച്ചാൽ അവനത് പുറത്തു തരാൻ റെഡിയാൻ. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണേ, നല്ല ഗൗരവത്തോടെ മനസ്സിലാക്കണേ. തെറ്റുകളുണ്ടല്ലോ, ഞാനും നിങ്ങളും ആ തെറ്റുകൾ ചെയ്യുമ്പോ നമുക്ക് കിട്ടേണ്ടുന്ന റഹ്മത്തിന്റെ കവാടങ്ങൾ അടയാനത് കാരണമായി തീരും. എനിക്കും നിങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട റഹ്മത്തിന്റെ ഒരുപാട് കവാടങ്ങളുണ്ട്. ഒരുപാട് റഹ്മത്ത് റബ്ബിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടാനുണ്ട്. ആ കിട്ടേണ്ട കവാടങ്ങൾ, നമ്മുടെ തെറ്റുകൾ ഒരുപക്ഷെ ആ കവാടങ്ങൾ അടക്കപ്പെടാൻ കാരണമായി തീരും.